ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി മലക്കറിയൊന്നും വേണ്ട, 2-3 മലക്കറി വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയലുണ്ടാക്കാം. ഒരു ജാറെടുത്ത് അതിലേക്ക് 1 ബൗൾ തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, 5 കുഞ്ഞുള്ളി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിക്ക് പകരം പച്ചമുളക് വേണമെങ്കിൽ എടുക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയും ചേർത്ത് ഇത് നമുക്ക് അവിയലിന് അരച്ചുകൊണ്ട് വരാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുകിടാം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇത് 1 ഏത്തക്കയുണ്ട്, അത് അവിയലിൻ്റെ പരുവത്തിന് അരിഞ്ഞത്, ഒരു കുഞ്ഞ് പടവലങ്ങ, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എന്നിവയും ഞാൻ ഇതിലേക്കിട്ട് നന്നായി ഒന്ന് വഴറ്റുകയാണ്. വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഈ അവിയലിന് ആവശ്യമായ ഉപ്പിടാം. ഉപ്പിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ എന്താ ഇവിടെ അടച്ചു വയ്ക്കുകയാണ്. അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ അവിയലിൻ്റെ വെള്ളം കുറച്ചേ വറ്റിയിട്ടുള്ളൂ, അവിയൽ വെന്ത് വരുന്നതേ ഉള്ളൂ. ഇനി നന്നായി ഒന്ന് ഇളക്കണം. എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ അത് കമൻറ്റിലൂടെ അറിയിക്കണം. എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അവിയൽ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കൂട്ടിടുകയാണ്. കൂട്ടുവിട്ട് ആ ജാറിൽ കുറച്ച് വെള്ളവും ചേർത്ത് അത് ഒഴിക്കുകയാണ്. ഒഴിച്ചതിന് ശേഷം വീണ്ടും ഞാൻ ഈ കൂട്ടും പച്ചക്കറിയായിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കുകയാണ്. ഇളക്കിയതിന് ശേഷം ഇത് വീണ്ടും അടച്ചു വയ്ക്കണം. ഈ കൂട്ട് വേവാനുണ്ട്, പച്ചക്കറി കുറച്ചുകൂടെ വേവാനുണ്ട്. നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ അടച്ചു വയ്ക്കുകയാണ്. അടച്ചു വെച്ച് കുറേ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വീട്ടിലുള്ള മലക്കറികൾ കൊണ്ടുണ്ടാക്കിയ നല്ലൊരു അവിയൽ ഇവിടെ റെഡിയാണ്. നമുക്ക് ഒത്തിരി മലക്കറിയൊന്നും വേണ്ട, ഒരു 2-3 മലക്കറി ഉണ്ടെങ്കിൽ അത് അവിയലിൻ്റെ കൂട്ടിട്ട് നല്ലൊരു അവിയൽ ഉണ്ടാക്കാവുന്നതാണ്. ഇവിടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബ് തരിക. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.